അയ്യേ, ഇതായിരുന്നു ബൺ മസ്കയും ഇറാനി ചായയും. അങ്ങനെ ഞാനും ഉണ്ടാക്കി കേട്ടോ വൈറലായ ബൺ മസ്കയും ഇറാനി ചായയും. ഹൈദരാബാദി ഐറ്റംസ് ആണല്ലോ ഇത് രണ്ടും. സോ ആദ്യം നമ്മൾ ഇറാനി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറാനി ചായ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ദം ബിരിയാണി പോലെ തന്നെ ഇതൊരു ദം ചായയാണ്. കുക്കറിലോട്ട് 1 ഗ്ലാസ് വെള്ളവും 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. തേയിലപ്പൊടി നല്ല കടുപ്പത്തിലുള്ള നല്ല ക്വാളിറ്റി തേയിലപ്പൊടി വേണം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 2 ചെറിയ ഏലക്ക ഇടാം. ഇതിലേക്ക് പട്ട ഇടുന്നവരും ഉണ്ട്. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പട്ട ഇട്ടില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് ദം ചെയ്യാം. ഒരു 15 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. വിസിലൊന്നും വരത്തില്ല കേട്ടോ, കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചായക്ക് വേണ്ട പാലിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പാല് 1 കപ്പ് ഞാനിവിടെ തിളപ്പിക്കാൻ വെക്കുവാണേ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്താലും മതി. ഇത് ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അടിയിൽ പിടിച്ചിട്ട് ചെറുതായിട്ട് കരിഞ്ഞതുപോലെ ആവും. നമുക്ക് ഈ പാല് കുറുക്കിയെടുക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ 2-3 തവണ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേനും നമ്മൾ ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന രീതിയിലാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ ദം ചെയ്യാൻ വെച്ചിരുന്നത് 15 മിനിറ്റായി. കണ്ടില്ലേ, നല്ല കടുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഇത് കോഫി ഡിക്കോഷൻ പോലത്തെ സംഭവമാണ്, ടീ ഡിക്കോഷൻ. അങ്ങനെ നമ്മൾ ടീ ഡിക്കോഷൻ ഉണ്ടാക്കി നമുക്കൊരു പാത്രത്തിലോട്ട് അരിച്ച് റെഡിയാക്കി വെക്കാം. ഓക്കെ, പാലും ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാല് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡിക്കോഷൻ കൂടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ കപ്പിലാണ് ഈ കാണിക്കുന്നത്. ചെറിയ നോർമൽ ടീ കപ്പ് ആണെന്നുണ്ടെങ്കിൽ 2 ചായക്കുള്ള അളവാണ് ഇപ്പം ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇറാനി ചായ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ബൺ മസ്ക എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ബണ്ണാണ് എടുത്തേക്കുന്നത്, 4 ബണ്ണുള്ള ഒരു പാക്കറ്റ്. അത് നമുക്ക് ആദ്യം ഒരു പാനിൽ ചെറുതായിട്ട് ബട്ടർ തേച്ചിട്ട് അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ബട്ടർ എടുക്കാം. ബട്ടർ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ 100 ഗ്രാമിന്റെ പാക്കറ്റിൽ ഒരു 75 ഗ്രാം, അതിൻ്റെ ഒരു 1/4 ഭാഗം വരും. അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഹാൻഡ് ബീറ്ററും യൂസ് ചെയ്യാം, അല്ലാണ്ട് നമ്മുടെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ചെയ്തു കൊടുക്കാം. ഞാനിവിടെ ബീറ്റർ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ, എളുപ്പത്തിന് വേണ്ടി. അതൊന്ന് ലൂസായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യും. ഈ ബൺ മസ്ക അധികം മധുരമുള്ള ഒരു സംഭവമല്ല. ഈ ഒരു സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചു നേരം, ഒരു 5 മിനിറ്റ് എങ്ങാനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്താൽ ക്രീം നല്ല കട്ടിയായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബണ്ണ് കട്ട് ചെയ്തിട്ട് ബണ്ണിൻ്റെ അകത്തോട്ട് ഇങ്ങനെ തേച്ച് വെക്കാം. ഇതിപ്പോ 4 ബണ്ണിനുള്ള അളവ് എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നു, 4 ബണ്ണ്. അപ്പം നമ്മൾ ഇത്രയും ബട്ടർ ആക്ച്വലി തേക്കണം, ഇതിൽ നമ്മൾ പിശി കാണിക്കരുത്. എന്നിട്ട് ചുറ്റിലും ഇതുപോലെയൊക്കെ തേച്ച് കൊടുക്കുക. ഈ 4 ബണ്ണും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. റെഡി ആയിരിക്കുന്നു നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായയും. ഞാനിത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അയ്യേ, ഇതായിരുന്നു ബൺ മസ്കയും ഇറാനി ചായയും എന്ന് പിള്ളേർ ചോദിക്കുമെന്ന് പേടിച്ചിട്ടാ കൊണ്ടുപോയി കൊടുത്തത്. പക്ഷെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ ബൺ മസ്ക ചായയിൽ മുക്കി തന്നെ കഴിക്കണം കേട്ടോ, എന്നാലേ അതിന്റെ കിട്ടില്ല ടേസ്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ until next video.